ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് അടുത്ത മാസം വൈദ്യുതി ബില്ലിൽ കുറവുണ്ടാകും. ഇന്ധന സർചാർജ് കുറയുന്നത് വൈദ്യുതി ബില്ലിൽ പ്രതിഫലിക്കും. പ്രതിമാസ ബില്ലിംഗ് ഉള്ള ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 6 പൈസയും 2 മാസത്തിലൊരിക്കൽ ബില്ലിംഗ് ഉള്ളവർക്ക് യൂണിറ്റിന് 8 പൈസയുമായിരിക്കും പുതിയ ഇന്ധന സർചാർജ്. നേരത്തെ ഇത് 10 പൈസയായിരുന്നു. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് ചെലവാകുന്ന തുക തിരിച്ചുപിടിക്കാൻ KSEB സ്വന്തം നിലയ്ക്ക് ഈടാക്കിയിരുന്ന സർചാർജാണ് കുറഞ്ഞത്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഈടാക്കിയിരുന്ന 9 പൈസ കഴിഞ്ഞ മാസം വേണ്ടെന്ന് വെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വൈദ്യുതി ബില്ലിൽ ചുമത്തുന്ന ഇന്ധന സർചാർജ് KSEB കുറയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 612 അധ്യാപക തസ്തികകൾ ഇല്ലാതായേക്കും. സർക്കാർ എയ്ഡഡ് വിഭാഗങ്ങളിലെ 153 ബാച്ചുകളിലെ തസ്തികകളാണ് ഒഴിവാക്കുക. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 153 ബാച്ചുകളിൽ 25-ൽ താഴെ വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. ഇവിടെ സ്ഥിരം അധ്യാപകരെ ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഒരു ബാച്ച് ഇല്ലാതായാൽ 4 തസ്തിക ഇല്ലാതാകുമെന്നാണ് ഏകദേശ കണക്ക്. ഫലത്തിൽ 612 സ്ഥിരം അധ്യാപക തസ്തിക ഇല്ലാതാകും. സർക്കാർ സ്കൂളുകളിൽ 133 ബാച്ചുകളിലും എയ്ഡഡ് മേഖലയിൽ 20 ബാച്ചുകളിലും 25-ൽ താഴെ വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. 457 അൺഎയ്ഡഡ് ബാച്ചുകളിലും ചട്ടപ്രകാരമുള്ള കുട്ടികളില്ല. 2024 ജൂണിൽ +1 ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയത് 3,65,043 വിദ്യാർത്ഥികൾ. മെറിറ്റിൽ 20,117 മാനേജ്മെന്റ് കോട്ടയിൽ 3,751 അൺഎയ്ഡഡ് ബാച്ചുകളിൽ 27,517 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. ഏറ്റവും കുട്ടികൾ കുറവുള്ള സർക്കാർ സ്കൂളുകൾ ആലപ്പുഴയിലാണ്, 22 എണ്ണം മാത്രം. പത്തനംതിട്ടയിൽ 21, കോട്ടയത്ത് 17, എറണാകുളം 16 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കണക്ക്. അൺഎക്കണോമിക് ആയിട്ടുള്ള എയ്ഡഡ് ബാച്ചുകൾ കൂടുതലുള്ളതും പത്തനംതിട്ട ജില്ലയിലാണ്, 8 എണ്ണം മാത്രമാണിത്. കോട്ടയത്ത് 3, ഇടുക്കി, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ 2 വീതവും കണ്ണൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ 1 വീതവുമാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫെബ്രുവരി 26 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതേ തുടർന്ന് പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യതയുള്ളതിനാൽ ഫയർ ഓഡിറ്റ് നടത്തി കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കും. ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം. ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികൾക്ക് വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റു പരിപാടികളും ഒഴിവാക്കാനും സമയക്രമീകരണം നടത്താനും നിർദ്ദേശം നൽകി. പൊതുപരിപാടികൾ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം, തണൽ എന്നിവ ലഭ്യമാക്കാനും നിർദ്ദേശമുണ്ട്. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികൾ ഏർപ്പെടുന്നവരുടെ ജോലി സമയവും ക്രമീകരിക്കണം. കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച് കൃത്യമായി അനുസരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ഇൻഫോ ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ പോസ്റ്റ് ഓഫീസുകളിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 1385 ഒഴിവുകളാണുള്ളത്. 10ാം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് മാർച്ച് 3 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. തപാൽ വകുപ്പിൻ്റെ വിവിധ ഓഫീസുകളിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. കുറഞ്ഞ പ്രായപരിധി 18 വയസ്സും പരമാവധി പ്രായപരിധി 40 വയസ്സുമാണ്. ചട്ടപ്രകാരം പ്രായപരിധിയിൽ ഇളവ് ബാധകമാണ്. ജനറൽ OBC വിഭാഗത്തിന് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST, സ്ത്രീകൾ, ട്രാൻസ് വുമൺ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല.